കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആദ്യം തന്നെ കുഞ്ഞികൃഷ്ണൻ സാറിന് ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. ഞാൻ സനൂപ് സാറിന്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു, ATC റാങ്കിലോട്ട് എത്തിയില്ല സാറേ? അതെ, ഞാനപ്പോൾ അത് സ്റ്റാറ്റസ് കണ്ടായിരുന്നു, സന്തോഷം. അപ്പം ഞാൻ ആദ്യം തുടങ്ങി വെച്ച സുജന മാഡത്തിനും താങ്ക് യു. പിന്നെ ഇന്ന് ഇങ്ങനൊരു മീറ്റിങ്ങിൽ കയറണം എന്ന് പറഞ്ഞ സനൂപ് സാറിനോടും എന്താ പറയുക, കടപ്പെട്ടിരിക്കുന്നു. ഇപ്പം ശരിക്കും ഇവിടെ എല്ലാവരും പരിചയപ്പെടുത്തിയ പോലെ ഇന്നലെ ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഇന്ത്യൻ നേവി ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ താഴെ നോക്കിയത് RTCയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നേ നോക്കിയുള്ളൂ. കാരണം ഇന്ത്യൻ നേവി 3 വർഷം മുന്നേ ഉള്ളത്. അപ്പം അത് മാറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. RTC മാറിയിട്ടില്ല. അത് താഴോട്ട് STC ആയതുമില്ല, എന്നാൽ NTC ഞാൻ എത്തിയിട്ടുമില്ല. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ കാര്യമാണല്ലോ, ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഒക്കെ കഴിഞ്ഞ കാര്യം. അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇപ്പം ആ ഐഡൻറ്റിറ്റിയിൽ മാറുന്നു. ഇനി എന്താ പറയുക, നമ്മുടെ മൈ ലൈഫിൻ്റെ റാങ്ക് വെച്ചുള്ള ഐഡൻറ്റിറ്റിയിലോട്ട് എത്തണം, അതിനുള്ള ഓട്ടമാണ്. അപ്പം സനൂപ് സാറിന് താങ്ക്സ് പറയുന്നു. അപ്പോൾ സനൂപ് സാറോട് ഞാൻ ഇന്നലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നലെ സാറ് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണ്, സാറേ ഞാൻ പുതിയതായിട്ട് എന്താ സാറേ പറയുക, പഴയ കാര്യങ്ങളേ ഉള്ളൂ, നമ്മുടെ യാത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ സനൂപ് സാർ പറഞ്ഞു കുഴപ്പമില്ല, സാറിൻ്റെ സ്ഥിരം ഡയലോഗാണോ എന്ന് എനിക്കറിയില്ല, സാർ ഇപ്പോൾ ഉള്ളതൊക്കെ പുതിയവരാ, പഴയതല്ല. എനിക്കറിയത്തില്ല സാർ ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ കേൾക്കുന്നത്, ഇതെല്ലാം പുതിയവരാ ആരും. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു ത്രസിപ്പിക്കുന്ന നേട്ടങ്ങളുടെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റേ തീപാറുന്ന മോട്ടിവേഷൻ പറയാനോ തരാനോ ഒന്നും ആയിട്ടില്ല, ഞാൻ ആയിട്ടില്ല. പക്ഷെ എൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ഒരു യാത്രയുണ്ട്. ആ യാത്ര ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ടുള്ളത്. അത് എന്നെക്കാൾ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് പറയും. അതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ നല്ലൊരു മെസ്സേജായിട്ടോ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടോ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ സന്തോഷം. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പേര് സൂചിപ്പിച്ച പോലെ വിനീതൻ എന്നാണ്, തലസ്ഥാന നഗരി തിരുവനന്തപുരത്തു നിന്നാണ്. 19 വയസ്സുള്ളപ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി കിട്ടിയായിരുന്നു. ജോലിക്ക് മുന്നേ അച്ഛനുണ്ട്, അമ്മയുണ്ട് വീട്ടിൽ. ഞാൻ ജോലിക്ക് കയറും ഒറ്റ മോന. അപ്പോൾ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ. പിന്നെ എന്താ പറയുക, ഓടിട്ട വീടായിരുന്നു. 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഓടിട്ട വീടായിരുന്നു, ചോർച്ചയുള്ള വീടായിരുന്നു. അതും പറയണമല്ലോ, മഴ പെയ്യുമ്പോൾ പാത്രങ്ങൾ എടുത്ത് ഓടുന്ന അമ്മയെ കണ്ട് തന്നെയാണ് വളർന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ എന്തും എവിടെ എന്നുള്ളതല്ല, വന്ന വഴി എന്താണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇല്ലായ്മ അറിഞ്ഞു തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ബിസിനസ്സിനെ കൂടുതൽ നെഞ്ചോട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്, അല്ലേ? ഇല്ലാത്തവനെ ഇല്ലാത്തതിൻ്റെ വേദന അറിയൂ, ഉള്ളവന് ഇല്ലാത്തവൻ്റെ വേദനയും കൂടി അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ് വന്നത്. 19 വയസ്സുള്ളപ്പോൾ ദൈവം സഹായിച്ച് ജോലി കിട്ടിയപ്പോൾ കുടുംബത്തിലെ കണ്ടീഷനൊക്കെ ഇച്ചിരി ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി തുടങ്ങി. 2013 കല്യാണം കഴിഞ്ഞു. ഇപ്പം ഒരു മോനുണ്ട്, ഞാനും ഒരു മോനാ, എനിക്കും ഒരു മോനാ, തൽക്കാലം ഇതുവരെ ആയിട്ടുള്ളൂ. ബിസിനസ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതിന് മുന്നേ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എയർഫോഴ്സിലായതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ബിസിനസ് ആംഗിളിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, അല്ലേ, ആദരണീയനായ ബഹുമാന്യനായ അനൂപ് സാറും അനീസ് സാറും ടച്ചിലുണ്ടായിരുന്നു. കാരണം അവരിലോട്ട് ടച്ചിൽ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, നമ്മുടെ മരിച്ചുപോയ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഷീജൻസി നായരുണ്ടല്ലോ, അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ID ഇപ്പോൾ യമുന മാഡം നോമിനേഷൻ ഫെസിലിറ്റി വഴി യമുന മാഡമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഷീജൻസി നായർ എയർഫോഴ്സിൽ ഉള്ളത് കൊണ്ടും എയർഫോഴ്സിനകത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം അറിയുന്നത് കൊണ്ടും അദ്ദേഹം വഴിയാണ് അനീസർ അനൂപ് സാറിൽ ഒരു കണക്ഷൻ കിട്ടുന്നത്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അനീസറും അനൂപ് സാറും ടച്ചിലുണ്ടായിരുന്നു. വിനീതെ തൽക്കാലം ജോലി നോക്കൂ, ഇറങ്ങുന്ന ഒരു ദിവസം വരുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് അവർ നിർത്തി. അങ്ങനെ 3 വർഷം മുന്നേ ഞാൻ VRS എടുത്തത്. കാരണം പ്രൊമോഷനോടുകൂടി അടുത്ത റാങ്കിലോട്ട് കയറി നിൽക്കാനുള്ള ഒരു അവസരം നിൽക്കുമ്പോഴാണ് ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നത്. പ്രൈവറ്റ് മേഖലയിൽ എനിക്കൊരു ജോലി കിട്ടി എന്ന് കാണിക്കാൻ പറ്റും, 19 വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ച ശേഷം. അപ്പോൾ എനിക്ക് എന്നാണോ കൃത്യം 19 വർഷം തികയുന്നത് അന്ന് രാവിലെ തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു, ഇങ്ങനെ എനിക്കൊരു പ്രൈവറ്റ് മേഖലയിൽ ജോലി കിട്ടി. അങ്ങനെ 2 മാസത്തിനകത്ത് പേപ്പറെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ പുറത്താക്കി. അങ്ങനെ നേരെ എന്താ പറയുക, അനീസ് സാറിൻ്റെയും അനൂപ് സാറിൻ്റെയും വീട്ടിൽ, ആലപ്പുഴ വീട്ടിൽ ചെന്നു, അനുഗ്രഹം വാങ്ങി.
സാറേ തുടങ്ങുവാണേ, കൂടെ കാണണേ എന്നും പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു വിനീതിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ബാക്കി വിനീത് ചെയ്തെടുക്കും. പിന്നെ വിനീതിന് ഏറ്റവും വലിയ അസറ്റ് ഒരു പക്ഷേ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എയർഫോഴ്സ് ലൈഫ് തന്നെ ആയിരിക്കും. കാരണം ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം, സമയം പാലിക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക, വാക്ക് പറയാതിരിക്കുക, പറഞ്ഞാൽ അത് പാലിക്കുക, സമയം പാലിക്കുക, പിന്നെ ആളുകളെ മാനേജ് ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ നിന്ന് ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ കർക്കശമായിട്ടൊന്നും അധികം നിൽക്കരുത്. ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരെ ഓടിപ്പോവും. അപ്പോൾ തൽക്കാലം ഒന്ന് മാനേജ് ചെയ്ത് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ 3 വർഷമായി കൃത്യമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട്. ഇനി എൻ്റെ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് ഞാനൊരു 3 ഘട്ടമായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഓൾറെഡി സനൂപ് സാറിൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്വപ്നതുല്യമായ ഓട്ടം തന്നെയായിരുന്നു. അത് കാരണം അത് കേൾക്കാനാണ്, അല്ലെങ്കിൽ അതറിയാനാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഇറങ്ങുന്ന മാസം വരെയുള്ള എൻ്റെ മാസ ശമ്പളം 93,000 രൂപയായിരുന്നു മാസ ശമ്പളം ഞാൻ ഇറങ്ങുന്ന സമയം. ഒരു പക്ഷേ ഞാനൊരു 2-3 കൊല്ലം കൂടി ഇപ്പം നിന്നിരുന്നാൽ ഇപ്പം അടുത്ത ശമ്പള കമ്മീഷൻ വരുന്നുണ്ട്. എങ്ങനെ പോയി ഒരു 1,25-1.5 ലക്ഷം രൂപ കിട്ടിയാൽ. അപ്പോൾ ഒരു ശമ്പള കമ്മീഷനും വേണ്ടാന്ന് വെച്ചു, അടുത്ത പ്രൊമോഷനും വേണ്ടാന്ന് വെച്ചു. ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം 93,000 ആയിരുന്നു മാസ ശമ്പളം. അതായത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും 30 ദിവസം എയർഫോഴ്സിൽ ചിലവഴിച്ചാൽ അക്കൗണ്ടിൽ 93,000 രൂപ കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം അത് വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അല്ലേ, നാട്ടുകാർ വീട്ടുകാർ തന്നെ കാണത്തില്ലയോ എന്തിനാ ഇതിനൊക്കെ പുറപ്പെട്ടത്, ഈ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. നാട്ടുകാർ വിടത്തില്ല, എന്നാലും അതിലും കൂടുതൽ പ്രശ്നം വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത് നമ്മൾ എടുത്ത തീരുമാനം ശരി എന്ന് വാക്കുകൊണ്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അത് പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പം ഞാൻ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടാൻ ഒരു സജ്ജനാക്കിയത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റർ ആവണമെന്ന് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന് പറയും അല്ലേ. ഞാനിപ്പം എയർഫോഴ്സിൽ ഉണ്ടായിരുന്നപ്പോഴും ഇപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇല്ലാതിരുന്നിട്ടും അവിടെ വലിയ മാറ്റമൊന്നുമില്ല, അത് അങ്ങനെയൊക്കെ തന്നെ ഓടുന്നുണ്ട്. പക്ഷേ വിനീത് എന്നൊരു വ്യക്തി മൈ ലൈഫിൽ ഉണ്ടെങ്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് ഒരു ഒരു ആഗ്രഹമായിരുന്നു ഈ ബിസിനസ്സിൽ വരുമ്പോൾ. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ സനൂപ് സാറും RTC എന്ന റാങ്കിലാണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹവും റോൾ മോഡലായിട്ട് ഒരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഈ RTC വരെ എത്തിയതിനകത്തുള്ള ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് പങ്കുവെക്കാനുള്ളൂ. അതിൽ 3 ഘട്ടമുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ബിസിനസ് ചെയ്യാൻ 2023 ജനുവരി 1 നല്ലൊരു ദിവസം നോക്കി ID വെച്ചു. ആദ്യത്തെ 4.5 മാസം എന്ന് പറയുന്നതാണ് എൻ്റെ ബിസിനസ്സിലെ ആദ്യത്തെ ഘട്ടം. വെറും 4.5 മാസം. അപ്പം ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനൂപ് സാർ, അനീസ് സാറ് 2 കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞിരുന്നു. ഒന്ന്, GCI വെക്കുന്ന ഒരു തായ്ലൻഡ് കോൺടെസ്റ്റ്. അത് ആക്ച്വലി ഡിസംബർ 15-17 2022 തന്നെ തുടങ്ങി. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മുന്നിൽ ഈ ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. 2, മെയ് മാസം 2023 വിഹാൻ എന്നൊരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ മുന്നിൽ വന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമോ അത്യാഗ്രഹമോ എന്തോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്തും നല്ലതാണല്ലോ, ആർക്ക് ദോഷം ചെയ്യുന്നില്ലെങ്കിൽ അല്ലേ, ആർക്ക് ദോഷം ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം നല്ലതാണ്. അപ്പോൾ ഞാൻ അനൂപ് സാറിനോട് ചോദിച്ചു, സാറേ ഈ വിഹാൻ എന്ന പ്രോഗ്രാമിൽ എനിക്ക് എന്തായാലും സ്റ്റേജിൽ കയറണം, പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറിയ മാത്രം പോരാ, മൈക്ക് എടുത്ത് 2 വാക്ക് സംസാരിക്കണം. നമുക്കറിയത്തില്ലേ, കാരണം നാട്ടിൽ ഡെവലപ്മെൻ്റ് ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ പട്ടാളത്തിൽ കിടന്ന് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടിയിട്ട് നേരെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ചോദിച്ചു നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത്. കോഴിക്കോടൊക്കെ ടീം ഇങ്ങനെ കടന്ന് വളരുന്നൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ മൈക്ക് എടുത്ത് സംസാരിക്കാം. അപ്പോൾ അനൂപ് സാർ പറഞ്ഞു, വിനീതേ മൈക്ക് എടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം 100 കണക്കിന് 500 1000 അച്ചീവേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും മൈക്ക് കൊടുക്കാൻ നിന്നാൽ പറ്റത്തില്ല. പിന്നെ നമുക്കൊന്ന് നോക്കാം, വിനീത് STC എന്ന റാങ്കിലോട്ട് എത്തുവാണെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം. അത് പച്ച കള്ളമായിരുന്നെന്ന് പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ ആ കള്ളം കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായില്ല, ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, മുന്നിലുള്ളത് വെറും 4.5 മാസം. എന്നാൽ STC എന്ന റാങ്കിൽ എത്തുകയും വേണം അല്ലേ. ഒരു തുടക്കക്കാരൻ നിലയ്ക്ക്
ഭയങ്കര വെല്ലുവിളിയാണ്. നമ്മുടെ മനസ്സാദ്യം ഉൾക്കൊള്ളണമല്ലോ, പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. മനസ്സാദ്യം ഉൾക്കൊണ്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും ഒന്ന് ആഞ്ഞു പിടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ശ്രമം നടത്തുന്നൊരു തെറ്റില്ല. അതിന് മുന്നേ നമുക്ക് തായ്ലൻഡ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാനും എൻ്റെ ടീമിൽ ഒരു 3-4 പേര് തുടക്കം കുറിച്ചായിരുന്നു. എന്നാൽ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം എന്ന ശ്രമത്തിൽ ഒന്ന് തുടങ്ങി. ഇനിയുള്ളത് ഞാൻ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഡയറി നോക്കിയായിരിക്കും പറയുന്നത്. അങ്ങനെ ബിസിനസ് തുടങ്ങി. ജനുവരി 1-നാണ് ഐ ഡി വെക്കുന്നത്. ഇനിയുള്ളതൊക്കെ സ്വപ്നമാണെന്ന് ചിലപ്പോൾ എനിക്ക് വരെ തോന്നിപ്പോവും. 13 ദിവസം, ജനുവരി 13 ഞാൻ ടീം കോർഡിനേറ്ററായി. ബിസിനസ് തുടങ്ങി 13ാമത്തെ ദിവസം ഞാൻ ടീം കോർഡിനേറ്ററായി. ഫെബ്രുവരി 10 അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 15-20 ദിവസം എടുത്തുള്ളൂ, ഏരിയ ടീം കോർഡിനേറ്ററായി. അത് കഴിഞ്ഞ് വെറും 10 ദിവസം ഞാൻ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററായി. അത് കഴിഞ്ഞ് ഒരു മാസം പോലും എടുത്തില്ല, ഏപ്രിൽ 7-ാം തീയതി ഞാൻ സോണൽ ടീം കോർഡിനേറ്ററായി. 23 മെയ് ആണ് പ്രോഗ്രാം വെച്ചത്, വിഹാൻ. അതിന് കൃത്യം 4 ദിവസം മുന്നേ മെയ് 19 എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഉച്ച തിരിഞ്ഞ് 3 മണിക്ക് വിനീത് STC ആയി. 4.5 മാസം കൊണ്ട് STC ആയി. അപ്പോൾ എന്നെ പിന്നിൽ ഓട്ടിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റേജിൽ കയറണം, മൈക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തായ്ലൻഡ് കോൺടെസ്റ്റ് വിജയിച്ചു. എൻ്റെ ടീമിൽ നിന്ന് 4 പേര് തായ്ലൻഡ് കോൺടെസ്റ്റ് അച്ചീവറായി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2 ആഴ്ച ഞങ്ങൾക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടായിരുന്നു. 12 ആഴ്ച വെച്ചതിനകത്ത് 2 ആഴ്ച പോയി. 10 ആഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നു 3 ലക്ഷം BV മാച്ചിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു വേണ്ടത്, ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ ടീമിൽ നിന്ന് 4 പേരും അച്ചീവറായി. പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ടീമിൻ്റേതായ ചെറിയ കോൺടെസ്റ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആദ്യത്തെ 4.5 മാസത്തിൽ. അത് വെക്കാനൊരു കാരണമുണ്ട്. എൻ്റെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു 55 വയസ്സുള്ള ഒരു ലേഡി, പുള്ളിക്കാരി എൻ്റെ അടുത്ത്, ഞാനിങ്ങനെ ഓടുവാണേ, അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഓടിയിട്ട് കാര്യമില്ലല്ലോ, 55 വയസ്സായാലും അതിനെയും കൂടി ഓടിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരിയുടെ മകള് ബാംഗ്ലൂരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു 5-6 ദിവസം ഞാൻ ബിസിനസ്സിൽ കാണത്തില്ല, മകളുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ 5-6 ദിവസം? അല്ല, അത് ബാംഗ്ലൂരാണ്, മോള് അവിടെയാണ്. അപ്പം ഞാൻ ഈ ഓൾറെഡി എയർഫോഴ്സിലായിരുന്നത് കൊണ്ടും ഒരുവിധം ഡൽഹിയിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്നത് ഒരുവിധമൊക്കെ ഫ്ലൈറ്റിൽ തന്നെ ആയിരുന്നു. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 5 ദിവസമൊക്കെ വേണോ മാഡം എന്ന് ചോദിച്ചു. ഇല്ല സാറേ, ട്രെയിനിൽ പോയിട്ട് അങ്ങോട്ട് വിട്ടു. ഇപ്പോൾ ട്രെയിന്, അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഫ്ലൈറ്റിൽ പോകാത്ത? അയ്യോ, നമുക്കൊക്കെ അത് പറഞ്ഞിട്ടുണ്ടോ സാറേ എന്നൊരു ഡയലോഗ്. പക്ഷെ ആ ലേഡിയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർ ആയി പെൻഷൻ വാങ്ങുന്നുണ്ട്, വേറെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മനസ്സിൽ വന്നു, ഇതൊന്നും പൈസ ഇല്ലാഞ്ഞിട്ടല്ല, കാശില്ലാഞ്ഞിട്ടല്ല, ചിന്ത വരാഞ്ഞിട്ടാണ്. ഫ്ലൈറ്റിൽ പോകണമെന്നോ അങ്ങനെ ഒരു യാത്ര വേണമെന്നോ ചിന്ത വരാഞ്ഞിട്ടാന്നുള്ളത് എനിക്ക് അപ്പം മനസ്സിലായി. അപ്പോൾ ഇവർക്കൊരു ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലൈറ്റ് കോൺടെസ്റ്റ് വെച്ചതാണ്. ഫ്ലൈറ്റ് കോൺടെസ്റ്റ് വെച്ചു എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് ആ കോൺടെസ്റ്റ് നഷ്ടമാണേ. കാരണം ഏകദേശം 24 പേര് ആ ഫ്ലൈറ്റ് കോൺടെസ്റ്റ് അച്ചീവറായി. അതിൽ ഞാൻ ഉൾപ്പെടെ ആകെ 4 പേര് മാത്രമേ ഇതിന് മുന്നേ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളൂ. ബാക്കി 20 പേരും ലൈഫിൽ ആദ്യമായിട്ട് ആ ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറുന്ന മൊമെന്റിൽ അല്ലെ, അവരുടെ കണ്ണിൽ കണ്ട സന്തോഷം, അത് കണ്ണീരായിട്ട് വരുന്ന കാണുന്ന നമുക്കൊരു സന്തോഷം അല്ലേ. ഈ എയർപോർട്ടിലൊക്കെ ചെന്നിട്ട് മറ്റേ മത്സ്യം വാങ്ങാൻ പോകുന്ന, മീൻകടയിലൊക്കെ പോകുന്ന പോലുള്ള ബഹളം, ബാക്കിയുള്ളവർക്ക് അത് അരോചകമാണ്. പക്ഷെ നമുക്കേ അറിയുള്ളൂ അതിൻ്റെ പിന്നിലെ വർക്ക് എന്താണെന്നും ഇവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്താണെന്നുള്ള ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കേ അത് അറിയത്തുള്ളൂ. ഞാനത് പറയാൻ കാരണം, ആ ടീമിൽ അച്ചീവ് ആയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നത് 30,000-ഓ 40,000 എന്തോ ആണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. സെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഞാൻ അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത് 80,000 രൂപയാണ്. കാരണം നഷ്ടക്കച്ചവടമായിരുന്നു. ടാർഗറ്റ് എനിക്ക് വലുതായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ആദ്യമായിട്ട് ലൈഫിൽ കൊടുക്കുന്നില്ല, നമുക്കിതൊന്നും വലിയ പിടുത്തമല്ലല്ലോ. അനീസ് സാർ, അനൂപ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളൊരു കോൺടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 20%-ഓ 25%-ഓ മാത്രം മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനെന്നുള്ളത്. ഇവിടെ 100 കൊടുത്ത് 200% അങ്ങോട്ടും കൊടുത്തിട്ടാണ് 24 പേരെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ സാമ്പത്തികം എന്നതിലുപരി 10-20 പേരുടെ സന്തോഷമാണ് കണ്ണിൽ വന്നത്. അത് ആ ഒരു മൊമെന്റ്, ആ ഒരു എയർപോർട്ടിൽ വന്നിട്ട് അവർ അനുഭവിച്ച ആ ഒരു സന്തോഷം നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി, അതൊരു റിയൽ എക്സ്പീരിയൻസ്. ഇത് ചിലപ്പോൾ ആശ കൊടുത്താലും കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഒരു ഫ്ലൈറ്റ് അച്ചീവ്മെന്റ് നടത്തി. പിന്നെ അല്ലാതെ ഒരു ചെറിയ കോൺടെസ്റ്റ് ഒക്കെ വെച്ച് 10-30 പേര് അച്ചീവറാക്കി.
ഇങ്ങനെ കുറേ കോൺടെസ്റ്റ് ആദ്യത്തെ 4.5 മാസം കൊണ്ട് ഞാൻ STC ആയി. അപ്പോൾ ആദ്യഘട്ടം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, STC വരെ ഒരു ആദ്യഘട്ടം എന്നൊക്കെ പറയാം, ഞാൻ സ്വപ്ന തുല്യമായ യാത്ര എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ STC ആയി കഴിഞ്ഞ് ശരിക്കും അടുത്ത 10 മാസം കൊണ്ട് ഞാൻ RTC ആയി. STC to RTC വെറും 10 മാസമേ എനിക്ക് എടുത്തുള്ളൂ. 2024 മാർച്ച് 8-ന് ഞാൻ RTC ആയി. പക്ഷെ അതിനൊരു 3 മാസം മുന്നേ 2023 ഡിസംബറിൽ ഒരു RTPയിൽ ഞാനിങ്ങനെ RTP വരുന്ന സമയത്ത് ഞാൻ RTC ആവുമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്താൻ പറ്റിയില്ല, ടാർഗറ്റ് അവിടം വരെ എത്തിയില്ല. ഒരു 10-25 ലക്ഷം BVയുടെ കുറവ് വന്നു. പക്ഷെ എന്നാലും അതിനുവേണ്ടി ഓടിയത് കൊണ്ട്, ടാർഗറ്റ് വെച്ചത് കൊണ്ട്, ടാർഗറ്റ് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തത് കൊണ്ടും എനിക്ക് അതിനുവേണ്ടി ഓടാൻ പറ്റി. അപ്പോൾ ഡിസംബറിൽ RTPയിൽ ഞാൻ RTC ആയിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് എത്താൻ പറ്റിയില്ല. ആ RTPയിലും ഡിക്ലറേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനത് പറയുന്നു, പറയുന്നു, കാരണം ഓൾറെഡി ഞാൻ വെച്ച ഡേറ്റ് ഇന്നായിരുന്നു, പക്ഷെ എനിക്ക് എത്താൻ പറ്റിയില്ല. നാണക്കേടൊന്നും ഇല്ലല്ലോ, കാരണം ഇവിടെ ആർക്കും നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, നമ്മളെ തന്നെ ബോധിപ്പിച്ചാൽ മതിയല്ലോ, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഓടിയതുകൊണ്ട് ഏകദേശം 90% എനിക്ക് എത്താൻ പറ്റി. ഞാൻ അന്ന് പറഞ്ഞു ഇനി അടുത്ത RTP മാർച്ച് 13-നോ 14-നോ എന്തോ ആണെന്ന് അന്ന് ഡിക്ലെയർ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു അടുത്ത RTPക്ക് മുന്നേ ഞാൻ എന്തായാലും RTC ആവുമെന്ന് പറഞ്ഞു. മാർച്ച് 8-ാം തീയതി RTC ആയി. RTPക്ക് മുന്നേ തന്നെ RTC ആയി. ഞാൻ ഈ RTC ആകുമ്പോൾ തന്നെ ടീമിൽ കുറേ പേര് പല റാങ്കുകൾ വഹിക്കുന്ന ആളുകളായിട്ടൊക്കെ മാറി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ചാമ്പ്യൻ ഉണ്ടായിരുന്നല്ലോ, റീപർച്ചേസിൻ്റെ, അത് ഏകദേശം ഒരു 6 മാസം ഇങ്ങനെ ഒരു 32ഓളം ആളുകളെ കൊണ്ട് എനിക്കത് ചെയ്യിക്കാൻ പറ്റി. ഏകദേശം 8.5 ലക്ഷം ബിസിനസ് വോള്യൂം എനിക്ക് ആ റീപർച്ചേസിൽ നിന്ന് മാത്രം എടുക്കാൻ പറ്റിയായിരുന്നു. അല്ല, നമ്മൾ ചെയ്യും, പക്ഷെ കൂടെ ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കേസല്ലേ. അപ്പോൾ ആ ഒരു റീപർച്ചേസ് ചാമ്പ്യൻ ചെയ്യിക്കാൻ പറ്റി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, സാറേ ഒരു സെക്കൻഡ്, ഒരു കോൾ വരുന്നുണ്ട്, ഒരു സെക്കൻഡ്. പ്രധാനപ്പെട്ട ഒരു കോളാണ് ഇത്. ഞാൻ ക്ലൈമാക്സിൽ പറയുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എടുക്കത്തില്ല. ക്ലൈമാക്സിൽ ഞാൻ പറയാം. അപ്പോൾ പല ചെറിയ കോൺടെസ്റ്റ് വെച്ചു, ഓണപ്പുടവ കോൺടെസ്റ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വച്ചു. എല്ലാ അച്ചീവേഴ്സിനും ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഇതിനിടയ്ക്ക് STC വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. STC to RTC 10 മാസം കൊണ്ട് ഞാൻ ആകാൻ എന്നെ സഹായിച്ചത് നമ്മുടെ തെക്കൻ കേരളത്തിൽ അനീസാറും അനൂപ് സാറും ഒരു ക്രൈറ്റീരിയ വെച്ചിരുന്നു. ഒരു MI മന്തിൽ 2 റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നാൽ, 10,000 രൂപയുടെ 2 റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നാൽ, എന്താ പറയുക, ഒരു വാരിയർ എന്നൊരു പദവി, 4 റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നാൽ ഈഗിൾ എന്നൊരു പദവി, 7 റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നാൽ ലയൺ എന്നൊരു പദവി, ഒരു പൊസിഷൻ. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ വരുന്നതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കാറുണ്ട്. എൻ്റെ ടീമിലും അത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. STC to RTC 10 മാസം കൊണ്ടാവാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ക്രൈറ്റീരിയ. ഈ 10 മാസം കൊണ്ട് ഏകദേശം എൻ്റെ ടീമിൽ 50 പേര് വാരിയറായി. അതായത് ഒരു മാസം 2 റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്ന 50 പേര് ഈ 10 മാസം കൊണ്ട് കൊണ്ടുവന്നു. ഒരു മാസം കൊണ്ട് 4 റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്ന 29 ആളുകളെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒരു മാസം കൊണ്ട് 7 റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്ന 23 ആളുകളെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇതെല്ലാം കയറിയപ്പോൾ 10 മാസം കൊണ്ട് വിനീത് RTC ആയി. അതാണ് സത്യം. അപ്പോൾ ഈ ഓരോ റാങ്ക് എത്തുമ്പോഴും ഓരോ പരിപാടിയാണല്ലോ. അപ്പോൾ RTC എന്ന റാങ്കിലോട്ട് എത്തുമ്പം ഫേസ് എന്നൊരു പ്രോഗ്രാം അനീസർ അനൂപ് സാർ വെച്ചിരുന്നു. അപ്പം അതിന് മുന്നോടിയായിട്ട് കിട്ടുന്നതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഫേസ് എന്നൊരു പ്രോഗ്രാമിൽ എൻ്റെ ടീമിൽ നിന്ന് ഈ പറഞ്ഞ വാരിയേഴ്സും ഈഗിൾസും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സ് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. ഏകദേശം ഫേസ് എന്ന പ്രോഗ്രാമിൽ എൻ്റെ ടീമിൽ നിന്ന് 40ഓളം തവണ എൻ്റെ ടീമിലെ അസോസിയേറ്റ്സ് ആ സ്റ്റേജിൽ പല അംഗീകാരങ്ങൾ വാങ്ങി വന്നു. അപ്പം അങ്ങനെ RTC എന്ന സ്റ്റേജ് വരെ എത്തി. ഇനിയാണ് എൻ്റെ രണ്ടാമത്തെ ഘട്ടം. കേൾക്കുന്നവർ വിചാരിക്കും, ആഹാ നല്ലൊരു പോക്കാണല്ലോ, ഉയർച്ച മാത്രമേ ഉള്ളൂ, ഇവർ ഒരു കഷ്ടപ്പാടും ഇല്ല, ഒരു സങ്കടവും ഇല്ലെന്നായിരിക്കും തോന്നുന്നത്. രണ്ടാമത്തെ ഘട്ടം ദുർഘടമായിരുന്നു. കാരണം ഈ പറഞ്ഞ ടീമൊക്കെ കയറി വന്നു. എല്ലാവർക്കും അറിയാലോ 2 ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. എൻ്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എയർഫോഴ്സിലെ കുറേ വ്യക്തികളായിരുന്നു. അതും നോർത്ത് ഇന്ത്യ ആയിരുന്നു. രാജസ്ഥാൻ, ഡൽഹി, ഇങ്ങനെ കുറേ ബേസ് ആയിരുന്നു. അവിടെ ഉള്ള ടീമായിരുന്നു. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു ടീമായിരുന്നു. അവിടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്, ലീഡേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ എയർഫോഴ്സിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും എയർഫോഴ്സിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയവരായിരുന്നില്ല. അവർ നിലവിൽ ജോലിയുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്നോട് അനീസ് സാർ ആദ്യമേ പറഞ്ഞു, വിനീതേ
പവർ തിരിയാറായി, ഇനി ഞാൻ 6 മാസത്തിനകത്ത് പവർ തിരിയും, ഇപ്പോഴേ അവിടെ പണി നോക്കിക്കോന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്നൊന്നും അത് കയറാത്തത് കൊണ്ട് നമ്മൾ കുഴപ്പമില്ല സാറേ, സെറ്റാവും സാറേ, ഇവിടെ ഉള്ള ടീമിനെ വിട്ടിട്ട് നമുക്കത് പറ്റത്തില്ല സാറേ. വീണ്ടും പുള്ളി പറഞ്ഞു, വിനീതേ സൂക്ഷിച്ചോ, നോക്കിക്കോ. നമ്മൾ അപ്പോഴും വലിയ കാര്യമൊന്നും കൊടുത്തില്ല. ഈ ഡെവലപ്പ് ചെയ്ത സാധനം പൊടുന്നതിനൊക്കെ കയറിപ്പോയി. പൊടുന്നതിനെ കയറി ക്രോസ് ആയി അതങ്ങ് അടിച്ച് കയറിപ്പോയി. മറ്റേ സൈഡ് എനിക്ക് പണി കിട്ടിയ എന്താ വെച്ചാൽ, ഒന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കൺട്രോൾ, 2 എയർഫോഴ്സിലെ ലീഡേഴ്സ് ആയിരുന്നു. അപ്പോൾ എയർഫോഴ്സ് ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങി ബിസിനസ് ചെയ്യുന്നു എന്ന നിലയൊക്കെ ആയപ്പോൾ എല്ലാവരിൽ നിന്നും ഈ അഫിഡവിറ്റ് എഴുതി വാങ്ങുന്നത് പോലെ എഴുതി വാങ്ങാൻ തുടങ്ങി. അതായത് എയർഫോഴ്സ് ഡ്യൂട്ടിക്കിടയിലോ അല്ലാതെയോ ഞാൻ ഏതെങ്കിലും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കത്തില്ല എന്ന് എഴുതി വാങ്ങാനും, അങ്ങനെ പിടിക്കപ്പെട്ടാൽ എന്നെ ആ ക്ഷണം ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തോളാനുള്ള സമ്മതം എന്ന് എഴുതി വാങ്ങുന്ന കണ്ടീഷൻ എയർഫോഴ്സിൽ വന്നു. ഇനി അത് എയർഫോഴ്സിൽ എന്തുകൊണ്ടാണ് ഇത്രയും കർക്കശമാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ഇടപഴകേണ്ട ബിസിനസ്സാണല്ലോ. അപ്പം അവരുടെ ആംഗിളിൽ അവർ ചിന്തിക്കുന്ന എന്തുവാ, കുറെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതാണല്ലോ ആർമി, നേവി, എയർഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ ഇവനിലൂടെ പലതും ജനങ്ങളിലോട്ട് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കർക്കശമാക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് വാങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ലീഡേഴ്സ് പിന്നിലോട്ട് പോകാൻ തുടങ്ങി. കാരണം അവർക്ക് എന്തായാലും ജോലി തന്നെയല്ലേ പ്രാധാന്യം. ഞാൻ ഇറങ്ങി എന്നൊക്കെ എന്നെ പോലെ ധൈര്യം എല്ലാവരും കാണിക്കണമെന്നല്ലോ. ഇപ്പൊ എന്ത് ചെയ്തു, ഇവര് പലരും പതുക്കെ പിൻവലിയാൻ തുടങ്ങിയപ്പോഴോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ടീം ആരാ എന്താന്ന് പോലും എനിക്ക് ഒരു പിടുത്തവും ഇല്ലാതെ പോയി. എൻ്റെ കൺട്രോൾ ഇല്ലാതായിപ്പോയി, എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തതായിപ്പോയി. അവിടെ എനിക്ക് ചലഞ്ച് കിട്ടി. എന്നാൽ ഒരു സൈഡ് എൻ്റെ ടീം വളരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവരെ വിട്ടിച്ച് പോകാനും പറ്റില്ല, എന്നാൽ മറു സൈഡ് എനിക്ക് 0 നിന്ന് തുടങ്ങേണ്ട സാഹചര്യവും വന്നു. അത് ഏകദേശം എന്താ പറയാ, ഒരു വർഷത്തോളം പിടിച്ചു ആ ഒരു സൈഡ് എനിക്ക് ഒന്ന് എന്തെങ്കിലും ആക്കിയെടുക്കാൻ. ഇതിനിടയ്ക്ക് ഒരു 6 മാസത്തോളം കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. വളരെ ബുദ്ധിമുട്ട്. 9 mm ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മിക്കവാറും വേദന കാരണം വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മുടെ യൂറി ഫ്ലഷ് കഴിച്ച് ഓപ്പറേഷൻ ഇല്ലാതെ ആ കല്ല് മൂത്രത്തിലൂടെ പുറത്ത് വരികയും ചെയ്തു. പക്ഷെ ഒരു 6 മാസത്തോളം, എന്നാൽ അതെൻ്റെ പ്രൈം റീസൺ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതും എന്നെ ഇച്ചിരി ഒന്ന് തളർത്തി. കാരണം വീട് വിട്ട് ഇറങ്ങിയാലല്ലേ പണി നടക്കത്തുള്ളൂ. ഈ ഒരു വർഷത്തോളം എന്താ പറയുക, പല സ്ഥലങ്ങളിലും ഞാൻ RTC എന്ന റാങ്കിലാണേലും പണിയെടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറെയും കാട്ടിയും കഷ്ടമാണ്. കാരണം അറിയാലോ, ഒരു ടീം പടത്ത്, അതുപോലെ സനൂപ് സാറിനെ കാട്ടിയും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല 0 നിന്ന് എങ്ങനെ വീണ്ടും ഉയർന്നെഴുന്നേറ്റ് വരാമെന്നുള്ള അദ്ദേഹത്തിന് പറയാൻ പറ്റും. അപ്പൊ അത് ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നതിൽ അർത്ഥമല്ല. എല്ലാവരും പൊരുതി വന്ന് നിൽക്കുന്നവരാണ് ഈ മീറ്റിങ്ങിൽ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ കഷ്ടപ്പാട് ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ എന്തോ പറയാ, നമ്മുടെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തി എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ഇഷ്ടപ്പെട്ട് ചെയ്തതിന് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ? ഒരു കഷ്ടപ്പാടും ഇല്ല. ദിനം പ്രതി എങ്ങനെ മെച്ചപ്പെടാമെന്ന് ചിന്തിക്കുന്നതല്ലാതെ വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ വരില്ല, അല്ലെ? പിന്നെ പണി അറിയുന്നത് കൊണ്ട് തന്നെ 0 നിന്ന് തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇച്ചിരി സമയം എടുക്കും. കാരണം നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് നടന്ന കഥ മോഹൻലാൽ, അല്ലെ, മോഹൻലാലിന് എന്താ പറയാ, ശോഭന എന്ന നടി നേക്ക് മുത്തു ഗൗ വേണം എന്ന് പറഞ്ഞപ്പോൾ പാവത്താൻ എന്താ സംഭവിച്ചെന്ന് അറിയാതെ, എന്താ കാര്യമെന്ന് അറിയാതെ ആകെ അന്താളിച്ച് നിന്നു, അല്ലെ? ഒരുപാട് തിരക്കി നോക്കി, അതെന്താന്ന് മനസ്സിലായില്ല. പെട്ടെന്നൊരു ദിവസം ഒരു കുഞ്ഞ് ആ അമ്മയോട് നേക്ക് മുത്തു ഗൗ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ കവള് കാണിച്ചു കൊടുക്കുകയും ആ അമ്മ കവള് കാണിച്ചു കൊടുക്കുകയും ആ കുഞ്ഞ് ഇടതും വലതും ഒക്കെ ഉമ്മ വച്ച് ഇത് മോഹൻലാൽ കാണാൻ ഇടയാവുകയും പിന്നൊരു ഓട്ടപ്പാച്ചിലുണ്ട്. ആ സിനിമ കണ്ടവർക്ക് ഓർമ്മ വരും, അല്ലെ? പിന്നൊരു ഓട്ടപ്പാച്ചിലും കഴിഞ്ഞ് ശോഭനയെ പിടിച്ച് മാറിഞ്ഞ്, അല്ലെ? ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം മുത്തുഗൗ എന്താന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പോഴോ പിടിച്ചു നിർത്താൻ പറ്റാതെ പോയി. ഈ ബിസിനസ് അതുപോലെയാണ്. നമ്മൾ പലരോടും പറയും, പലർക്കും തലേ കയറത്തില്ല. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുപോലെ ഈ സംഭവം. അപ്പൊ ഈ പലരുടെയും തലയിൽ കയറ്റാനുള്ള പണി എടുക്കാൻ ഇച്ചിരി സമയമെടുത്തു. 1 വർഷത്തോളം അതിന്റെ പിന്നാലെ കൂടി. അങ്ങനെ കുറച്ച് പേര് വന്നു, കുറച്ച് പേര് പോയി. അപ്പോഴേക്കും മറ്റേ സൈഡ് കൂടി നമുക്ക് നോക്കിയല്ലേ പറ്റുമോ? അവിടെയും കുറെ പേര് വിശ്വസിച്ച് വന്നതല്ലേ. എന്നാൽ എൻ്റെ പവർ സൈഡിൽ നിന്ന് ഏകദേശം 28ഓളം റാങ്ക് അച്ചീവേഴ്സ് ഈ കാലയളവോട് ഉണ്ടായി. അതിൽ നിന്ന് 4 പേര് സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററാണ്. എനിക്കൊന്ന് 2 or 3 പേര്, അല്ല ഒരാൾ ഇപ്പോൾ ZTC ഉള്ളൂ. 4 പേര് STC ആണ്. 5 or 6 പേര് DTC ആണ്. 3 or 4 പേര് ATC, 10 or 12 പേര് TC. ഇതെല്ലാം പവർ സൈഡ് ഡെവലപ്പായി. അതിൽ തന്നെ 70 വയസ്സുള്ള ഒരു വ്യക്തിയും ബിസിനസ് തുടങ്ങി 6ാമത്തെ മാസം TC ആയിട്ടുണ്ട്. അത് കുമിളിയില്ല. എനിക്ക് കുമിളിയിൽ നിന്ന് മാത്രം ഏകദേശം
60 ലക്ഷം രൂപയ്ക്ക് മേലെ സെയിൽസ് ഈ 3 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതും എങ്ങനെയെന്ന് വെച്ചാൽ 3 വർഷം മുന്നേ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂടെ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട്, സാറേ എന്താ പരിപാടി, സാധാരണ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങിയ ആൾ പേസ്റ്റ് ഇട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് എന്തെങ്കിലും ചോദിക്കുമല്ലോ, ഇവ ഇന്നലെ വരെ എയർഫോഴ്സിലായിരുന്നു, ഇന്ന് പേസ്റ്റ് ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയ ബന്ധം ഒരു സ്റ്റാറ്റസ് കണ്ട് എന്താ എന്ന് ചോദിച്ച വ്യക്തി ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാവത്താനാണ്. ഇന്ന് STC റാങ്കിൽ നിൽക്കുന്നുണ്ട്. ആ കുമിളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്രം എനിക്ക് 60 ലക്ഷം രൂപയ്ക്ക് മേലെ സെയിൽസ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുമിളിയിൽ നിന്ന് അങ്ങനെ കയറി. പിന്നെ കൊല്ലത്ത് നല്ലൊരു ടീമുണ്ട്, ഡൽഹിയിൽ ടീമുണ്ട്. ഡൽഹിയിൽ ഞാൻ ഇന്നേ വരെ പോയിട്ടേ ഇല്ല, 3 വർഷമായിട്ട് ഇതുവരെ പോയിട്ടില്ല, ഒരു ദിവസം പോലും ഞാൻ പോയിട്ടില്ല. അവിടെ ഒരു ZTC ഉണ്ട്, ഒരു DTC ഉണ്ട്, 2 TC ഉണ്ട് ഡൽഹിയിൽ. കുമിളിയിൽ ഈ പറഞ്ഞ പാവത്താൻ ഒന്നും അറിയാത്ത പേസ്റ്റ് എന്താണെന്ന് ചോദിച്ച വ്യക്തിയാണ്. പുള്ളി STC ആയി. പുള്ളിയുടെ ടീമിൽ 2 DTC ഉണ്ട്, 3-4 TC ആയി. അങ്ങനെ ഒരു TC 70 വയസ്സിൽ തുടങ്ങിയ ഒരു സാറാണ്. ഈ പുള്ളിക്കാരനും പാവത്താന തെറ്റിദ്ധാരണയിൽ വന്നതാണ്. ഏതോ മീറ്റിങ്ങിൽ ആരോ പറഞ്ഞു ടീം കോർഡിനേറ്റർ ആവുകയാണെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടുമെന്ന്. പുള്ളിക്കാരൻ വെച്ച് 70ാമത്തെ വയസ്സിൽ ഇനി എവിടെ പോകാനാ, ഇതിൽ TC ആയിക്കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ കിട്ടും, വൈഫിന് കൊടുക്കാമല്ലോ എന്ന് വന്നതാണ്. പക്ഷെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആണ് നമുക്കെല്ലാം അറിയും, പുള്ളിക്ക് അത് അറിയത്തില്ലായിരുന്നു. പുള്ളി തെറ്റിദ്ധാരണയിൽ വന്നതാണ്. ഇപ്പൊ TC ആയേക്കാം, 3 ലക്ഷം രൂപ കിട്ടുമല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷെ എന്തോ ഭാഗ്യം, TC ആകുമ്പോഴേക്കും ഈ ബിസിനസ് കുറച്ച് തലയിൽ കയറി, ഇല്ലെങ്കിൽ നമ്മുടെ പെടാപാട് കെട്ടാനും. പുള്ളി ഇപ്പം മിക്കവാറും ഈ മാസം ATC ആവും. 70ാമത്തെ വയസ്സിലാണ് പുള്ളി ബിസിനസ് തുടങ്ങുന്നത് തന്നെ. മിക്കവാറും ഈ മാസം അടുത്ത മാസം ATC ആവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എവിടെയോ തുടങ്ങി എവിടെയോ എത്തി, ഇപ്പം എവിടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 28ഓളം റാങ്ക് അച്ചീവേഴ്സായി. ഈ മാസവും എനിക്കൊന്ന് 2 ടീം കോർഡിനേറ്റർ പുതിയതായിട്ട് വരുന്നുണ്ട്, ഏകദേശം പൈപ്പ് ലൈനിലാണ്. അപ്പം ഇതെല്ലാം എൻ്റെ പവർ സൈഡ് നടക്കുന്ന ടീമാണ്. വീക്ക് സൈഡ് നടന്നതൊക്കെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് അതെല്ലാം കഴിഞ്ഞതുപോലെ അവിടെ നടന്നതൊക്കെ കഴിഞ്ഞു, 0-ലായി. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, 2ാമത്തെ ഘട്ടം ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ ഈ ബിസിനസ്സിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ഒത്തിരി പേര് അനുഭവിച്ചതായിരിക്കാം, ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഇനി അനുഭവിക്കാൻ സാധ്യത ഉള്ളതായിരിക്കാം. അതാണ് ഞാൻ ഈ പറഞ്ഞു തന്നതിൻ്റെ പൊരുൾ അല്ലേ. ഇതിൻ്റെ 3ാം ഘട്ടം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഹാപ്പിയാവും. അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് എത്തുന്നത്. ആ 3ാം ഘട്ടത്തിലേക്കുള്ള ഒരു കോളാണ് എനിക്കിപ്പോൾ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലൈമാക്സിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 2ാം ഘട്ടം എപ്പോഴും ഈ ഒഴുക്ക് ഇങ്ങനെ പോകും, വലിയ നേട്ടങ്ങൾ മാത്രം, അത് മാത്രം നടക്കത്തില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഈ മീറ്റിങ്ങിൽ പറയേണ്ട കാര്യമില്ല. സനൂപ് സാർ തന്നെയാണ് ലൈവ് എക്സാമ്പിൾ, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുമ്പോൾ അതിനൊരു ടൈം എടുക്കും അല്ലേ, ഒന്ന് സ്റ്റെബിലൈസ് ആവാനുള്ള ഒരു സമയം, നമ്മളെ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിന് ഒരു സമയം എടുക്കും. ആ സമയമായിരുന്നു എനിക്ക് 1 വർഷം. അല്ലെങ്കിൽ ഞാൻ RTC വരെ ഓടിയ വേഗത നോക്കുവാണെങ്കിൽ NTC ക്രോസ് ചെയ്യേണ്ടവനാണ്. പക്ഷെ ദൈവം ചെറിയൊരു കൊട്ട് തന്നു, നീ കൂടുതൽ മറക്കണ്ട, ഇച്ചിരി നിലത്ത് നിന്നിട്ട് പിന്നെ പതുക്കെ കയറിക്കോ എന്നൊരു കൊട്ട് തന്നതാണ്. നല്ല കൊട്ടായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മളതൊന്ന് സ്വീകരിച്ചു. അപ്പം അത് ഇപ്പം എന്താ പറയുക, ചെറിയൊരു ടീമിനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 1 വർഷത്തോളം അതിൻ്റെ പിന്നാലെയായിരുന്നു. ഏകദേശം 3 വർഷമായി. ഇനി എൻ്റെ 3ാമത്തെ ഘട്ടം ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഞാൻ 3ാമത്തെ ഘട്ടം എത്തുമ്പം എനിക്ക് പറയാനുള്ള മെസ്സേജും കൂടി ഞാൻ പറയാം, എൻ്റെ ചെറിയൊരു മെസ്സേജ്. അതായത് 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, പലരും ഉമർ പാനൂർ സാറിൻ്റെ റീൽസ് അടക്കം പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു നൈജീരിയക്കാരൻ കുറേ പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്ന കണ്ടായിരുന്നു? പലരും കണ്ടു. അതെൻ്റെ ടീമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു ആരാധന എന്നൊരു ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് എൻ്റെ വീക്ക് സൈഡിൽ വീണ്ടും കിട്ടി. നടന്നതൊക്കെ ഞാൻ മറന്നു, കാരണം ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം എയർഫോഴ്സിലുള്ളവരൊന്നും എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത നിലയിലോട്ട് പോയി. ഈ ആരെങ്കിലും തിരിച്ചു വന്ന് ചെയ്താൽ ഞാൻ പെട്ടെന്ന് CTC ആവുമായിരിക്കും. പക്ഷെ NTC ആവാൻ അവരെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കഴിഞ്ഞൊരു 1 വർഷം അതിൻ്റെ പിന്നാലെയായിരുന്നു. കുറേ പേര് വന്നു, കുറേ പേരുടെ തലയിൽ കയറിയില്ല, കുറേ പേര് ഇട്ടേച്ച് പോയി, കുറേ പേരുടെ പിന്നാലെ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ 1 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിളിങ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഓടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടിയതാണ് ആരാധന എന്നൊരു ഡിസ്ട്രിബ്യൂട്ടർ. ആരാധന ലണ്ടനിലാണ്, കൊല്ലം സ്വദേശിനിയാണ്, പക്ഷേ ലണ്ടനിലാണ് പുള്ളിക്കാരി. മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ പുള്ളിക്കാരി വഴി എനിക്ക് 1-2 കണക്ഷൻ നാട്ടിൽ കിട്ടി. അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുമ്പം ഈ ഉൽപ്പന്നങ്ങൾ ആദ്യം പുള്ളിക്കാരി ഒരു 30,000 രൂപയുടെ ഉൽപ്പന്നം ലണ്ടനിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. 30,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കാൻ 40,000 രൂപ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വന്നു. അതും പുള്ളിക്കാരി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതും എൻ്റെ കയ്യിൽ നിന്ന് പോയത്. എന്നാലും ഈ ഉൽപ്പന്നം അവിടെ എത്തുവാണെങ്കിൽ നല്ലതുണ്ടാവും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഈ 1 വർഷവും ഇതിൻ്റെ പിന്നാലെ കൂടിയതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ പച്ച പിടിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. ആ സമയത്തും വിശന്ന് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാതെ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ 2ാമത്തെ ഘട്ടം ഞാൻ ഇങ്ങനെ എത്രയും എടുത്ത് പറയുന്നത്, ഞാൻ വീണ്ടും പറയുവാണ്.
പലരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ സാധ്യത ഉള്ളവരായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ എടുത്തു പറയുന്നത്. എൻ്റെ 1ാം ഘട്ടം പറഞ്ഞു കഴിഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷെ 2ാമത്തെ ഘട്ടവും ഇനി 3ാമത്തെ ഘട്ടമാണ് ഒരു പക്ഷേ ഒരു പാഠം എന്ന് പറയുന്നത്. ഈ ഒരു വർഷവും പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. എവിടെയെങ്കിലും ഒരു വ്യക്തി വരും, നമുക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തി വരുന്നു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആരാധന വന്നു. 30,000 സാധനം അവിടെ എത്തി. ആ സാധനം എന്താണെന്ന് അറിയാനൊക്കെ പുള്ളിക്കാരിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഡിയോൺ എന്ന് പറയുന്ന ഒരു നൈജീരിയക്കാരൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ കുറേ നോവേദന ജെല്ലെടുത്തിട്ട് പോയി അവിടെയുള്ള കുറേ മദാമ്മമാർക്ക് കൊടുത്തു. അവരുടെ കൈവേദനയും മുട്ടുവേദനയും കാലുവേദനയൊക്കെ പോയപ്പോൾ അവർ നോവേദന ജെല്ലില്ലെങ്കിൽ ഡിയോണൻ അവിടെ കയറ്റത്തില്ല എന്നായി. ഡിയോൺ ആകെ കിളിവാറി, ഇതെന്താ നടക്കുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഡിയോൺ നേരെ ആരാധന വിളിച്ചിട്ട് പറഞ്ഞു, ഈ സാധനം എന്തോ സംഭവം, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ആൾക്കാർ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, എങ്ങനെയും വേണമെന്ന് പറഞ്ഞു. ഇവിടെ നാട്ടിൽ തിരുവനന്തപുരത്ത് കിടന്ന് ഓടുന്ന എൻ്റെ പ്രാർത്ഥന ദൈവം കാണാതെ ഇരിക്കുമോ? ചിലപ്പോൾ നൈജീരിയക്കാരൻ ഡിയോൺ വഴിയായിരിക്കും അത് മാറുന്നത്. അങ്ങനെ ഡിയോൺ വഴി ഒത്തിരി ഓർഡർ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും ആരാധനയും കൂടി ഒരു കാര്യം ഉറപ്പിച്ചു, ഡിയോണിനെ കൂടി നമുക്ക് ചേർത്ത് നിർത്താം. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് ID വെക്കാൻ പറ്റില്ല, സെയിൽസ് ടോണർ ബോണസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കച്ചവടം നടത്തുന്നതുകൊണ്ടോ റീറ്റെയിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ എവിടെയും ലോകത്ത് ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മുന്നിൽ വന്നു. അവിടുത്തെ ഏകദേശം 800-900 പൗണ്ട്, അതായത് നാട്ടിലെ ഏകദേശം 1 ലക്ഷം രൂപ പുള്ളി സാധനം വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ആ 1 ലക്ഷം രൂപയുടെ ബില്ലടിച്ചു. അതിൻ്റെ സാധനം ഓൾറെഡി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കൊല്ലം ചാത്തന്നൂർ ആരാധനയുടെ വീട്ടിൻ്റെ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം പിക്ക് ചെയ്യാൻ കൊറിയർ സർവീസുകാർ ഇന്ന് വൈകിട്ട് വരൂ എന്ന് പറഞ്ഞു. ആ കോളായിരുന്നു നേരത്തെ വന്നത്. അത് എടുത്തില്ലെങ്കിൽ ഈ സാധനം അവിടെ എത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ആ കോൾ ഞാൻ എടുത്തത്. ഈ സാധനം കൊറിയറുകാർ ഇന്ന് പിക്ക് ചെയ്ത് ആലപ്പുഴ കൊണ്ടുപോയി നാളെ കയറ്റി വിട്ട് അടുത്ത 2 ആഴ്ച കൊണ്ട് ഈ സാധനം ലണ്ടനിൽ എത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മലയാളിയായ ആരാധനയെക്കാട്ടിയും കാത്തിരിക്കുന്നത് നൈജീരിയക്കാരനായ ഡിയോണാണ്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻറ്റ് കോൾ ആയതുകൊണ്ടാണ് മീറ്റിങ്ങിനിടയിൽ ഞാനൊന്ന് പോസ് ചെയ്തത്. കാരണം ആ കൊറിയറുകാർ വന്ന് നിൽപ്പുണ്ട്, സാറേ എടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഞാൻ ആ കോൾ എടുത്തത്. ഇതാണ് എൻ്റെ 3ാമത്തെ ഘട്ടം. ക്ലൈമാക്സിൽ ഞാൻ പറയാൻ തുടങ്ങി. ഇനി ഈ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡിയോണിനെ പോലെ തന്നെ ദൈവം സഹായിക്കട്ടെ, ദൈവം അതിനുവേണ്ടി വഴി തെളിച്ച് തരട്ടെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇനി അതെൻ്റെ ഫൈനൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കഷ്ടപ്പെട്ടതിനും കരഞ്ഞതിനും വിഷമിച്ചതിനൊക്കെ ദൈവം എവിടെയെങ്കിലും കൊണ്ട് തരും. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് തരാനുള്ളൂ. ഈ ഡിയോൺ വഴി ഈ സാധനങ്ങളിൽ ഒരുപാട് പോകും. ആ പുള്ളി പറയുന്നത് ആഫ്രിക്കൻ നേഷനിലൊക്കെ ഈ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരുണ്ട്, ഞങ്ങൾ എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലണ്ടനിൽ തന്നെ ഇന്ത്യൻ സിറ്റിസൺസ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത് കണ്ട് മോട്ടിവേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിനീതിൻ്റെ ടീം കുമിളി, കൊല്ലം, ഡൽഹി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ലണ്ടനും കൂടി പറയേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ലൈഫ് അല്ല എൻ്റെ മൈ ലൈഫ് കയറ് തന്നെ ഒരു പക്ഷേ ഇനി ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഈ ഘടകമായിരിക്കാം. അല്ലേ, ഒരു ഒറ്റ മരുന്ന് മതിയല്ലോ, വെടിമരുന്ന് അല്ലേ, മാലപ്പടക്കത്തിൻ്റെ ഒരറ്റം കത്തിച്ചാൽ മതി, പിന്നെ കയറിക്കോളും. ആ ഒറ്റ അറ്റം കത്താനാ പാട്. അതിനായിരുന്നു ചിലപ്പോൾ 1 വർഷം കാത്തിരുന്നത്, എനിക്ക് അറിയത്തില്ല. ഇനി ഇതാണ് എൻ്റെ ഫൈനൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സാധനം 1 ലക്ഷത്തിൻ്റെ സാധനം അവിടെ പോകുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഡിസംബർ 12, 2026 തിരുവല്ല വെച്ച് ഇഗ്നൈറ്റ് എന്നൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അനീസ് സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ അതാണ്. അടുത്ത 9 മാസം ഇനി പുതിയൊരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട് അനീസ് സാർ, അനൂപ് സാറും ടീമിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാസം മുതൽ തുടങ്ങുക. അപ്പോൾ അതിൽ ആദ്യത്തെ അച്ചീവർ ഞങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത 9 മാസം എൻ്റെ മുന്നിലുള്ളത് എൻ്റെ പവർ സൈഡിൽ നിന്നും അച്ചീവേഴ്സിനെ ഉണ്ടാക്കണം. അതിലുപരി വീക്ക് സൈഡിൽ നിന്നും എനിക്ക് അച്ചീവേഴ്സിനെ ഉണ്ടാക്കണം. കാരണം എൻ്റെ NTC ആണ് എൻ്റെ മുന്നിലുള്ളത്. അത് ഓടി എത്തില്ല, അത് വേറെ വിഷയം. പക്ഷേ ഒരു ടീമിനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രകാരം അടുത്ത 9 മാസം ഫോക്കസ് ചെയ്യാനുള്ള അനീസ് സാർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോക്കസും ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ലണ്ടനിലെത്തി കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുവഴി വന്ന് സെയിൽസ് കൂടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ NTC എന്ന ലെവലിലോട്ട് എൻ്റെ 2 സൈഡും എനിക്കിപ്പോൾ ഫോക്കസ് ചെയ്തേ പറ്റൂ. എൻ്റെ 2 സൈഡും NTCയിലോട്ട് എത്താനും ഉണ്ട്. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതിലുപരി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. വരുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നീഗറായിട്ടായിരിക്കും വരുന്നത്, നൈജീരിയക്കാരനായിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ലൈഫ് സെറ്റാവാൻ അത് മതിയല്ലോ, അല്ലെ? മൈ ലൈഫ് കരിയർ തന്നെ ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും മാറുന്നത്. പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ ഇതേ ഉള്ളൂ. ആദ്യത്തെ ഘട്ടം എന്നെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ ഘട്ടമായിരുന്നു. 2ാമത്തെ ഘട്ടം ഞാൻ ആഗ്രഹിച്ച ഘട്ടമല്ല, പക്ഷെ അത് സഹിച്ചേ പറ്റൂ, മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. കാരണം എൻ്റെ തെറ്റല്ലാതെ പോലും എൻ്റെ ടീമിൽ സംഭവിച്ചതാണ്. 3ാമത്തെ ഘട്ടം ഞാൻ അറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഇതെല്ലാം എല്ലാവരുടെ ലൈഫിലും വരും. ചിലർക്ക് ആദ്യത്തെ ഘട്ടമായിരിക്കും, ചിലപ്പം 2ാമത്തെ ഘട്ടമായിരിക്കും, ചിലപ്പോൾ ക്ലൈമാക്സിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മളുണ്ടെങ്കിൽ ഈ ഘട്ടങ്ങളൊക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഘട്ടവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ നമ്മളിതിനകത്തുണ്ടെങ്കിലോ ഈ ഘട്ടങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല.
അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീമിൽ ഞാൻ നടത്തിയ കാര്യങ്ങൾ അല്ലേ, എന്നാൽ പാരലലി പവർ സൈഡ് നമുക്ക് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. അപ്പം അതും നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അടുത്ത 9 മാസം ഈ പറഞ്ഞ നേട്ടങ്ങൾ ഫോക്കസ് ചെയ്താണ് പോകുന്നത്. ഇപ്പം രണ്ടാമത്തെ പ്രൊഡക്റ്റ് ചാമ്പ്യൻ്റെ ഓഫർ വന്നപ്പോഴും ഏകദേശം ഒരു 8 ലക്ഷം BV അങ്ങനെ പ്രൊഡക്റ്റ് ചാമ്പ്യനിലോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വിസ്മയം എന്നൊരു പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ നടന്നിരുന്നു. അതിലും എൻ്റെ ടീമിൽ നിന്ന് 50ഓളം അച്ചീവേഴ്സ് ആ സ്റ്റേജിലോട്ട് പല തവണയായിട്ട് കയറി ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ RTC എന്ന റാങ്കിൽ പറയാൻ പറ്റുന്നത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെയോ തേടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിനകത്ത് വന്ന് നിൽക്കത്തില്ല അല്ലേ. നമ്മൾ എന്തോ തേടുന്നുണ്ട്. തേടുന്നവന് എന്താ പറയുക, തേടിയ സാധനം കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് മൈ ലൈഫ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു സമയമുണ്ട്. ആ സമയം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പ്രായം വെച്ചിട്ടാണെങ്കിലും എന്നെക്കാൾ മുതിർന്നവർ ഒത്തിരി പേര് ഈ ടീമിലുണ്ടാവും. ഇനി എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിനകത്തുണ്ടാവും. റാങ്ക് വെച്ചിട്ടാണെങ്കിലും ഇപ്പം നിലവിൽ സനൂപ് സാറുണ്ട്. സനൂപ് സാറിൻ്റെ ഒരു സൈഡ് എനിക്കൊന്ന് NTC തന്നെ ഉണ്ടല്ലോ സാറേ. അതൊക്കെ വലിയൊരു അസറ്റാണ്. അങ്ങനെ അത് വലിയൊരു അസറ്റ് തന്നെയാണ്. അപ്പം എക്സ്പീരിയൻസ് വെച്ചും പ്രായം വെച്ചും എന്താ പറയുക, ചിലപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് വെച്ചൊക്കെ നോക്കുമ്പോൾ എന്നെക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ കഥ എനിക്കേ പറയാനുള്ളൂ അല്ല. അത് ഈ 3 വർഷത്തെ ചെറിയൊരു കഥയാണ്. പക്ഷെ ഈ കഥയിൽ എല്ലാം ഉണ്ട്. തമാശയുണ്ട്, സങ്കടവും ഉണ്ട്, ആക്ഷൻ സീനും ഉണ്ട്, ഫൈറ്റും ഉണ്ട്, നല്ലൊരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നതിനകത്ത് സംശയവുമില്ല. പക്ഷെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് മെയിൻ. പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് മെയിൻ. അതിനപ്പുറം വേറെ ഒന്നും നമുക്ക് പറയാനില്ല അല്ലേ. പിടിച്ചു നിൽക്കുന്നവന് മാത്രമേ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കാനെങ്കിലും പറ്റൂ. പ്രാർത്ഥനയും പ്രവർത്തനവും ഇത് രണ്ടും വേണമല്ലോ. പലരും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു, പ്രവർത്തിക്കാതെ. ചിലർ പ്രവർത്തനത്തിൻ്റെ കൂടെ പ്രാർത്ഥനയും കൂടി ചേർത്ത് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കൂടി കലർന്ന് വരുമ്പോൾ ഒരു ടീം ഉണ്ടാവും അല്ലേ. അത്രയും പറയാനേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും പറഞ്ഞു വെക്കുന്നു. ത്രസിപ്പിക്കുന്ന കാര്യങ്ങളോ വലിയ മോട്ടിവേഷനോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു യാത്രയാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഈ യാത്ര ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ പെടും എന്നറിഞ്ഞാൽ സന്തോഷം. അത് മാത്രമേ ഉള്ളൂ. സനൂപ് സാറേ ഇത്രയേ ഉള്ളൂ കേട്ടാ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം